JNUവിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളിൽ ഭിന്നത രൂക്ഷമാകുന്നു. ഇത്തവണത്തെ JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI ഐസ സഖ്യം ഉണ്ടായേക്കില്ല. ഐസിയും DSFും സഖ്യത്തിൽ മത്സരിക്കുമെന്നാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, എന്താണ് അങ്ങനെ ഒരു ഭിന്നതയിലേക്ക് പോയത്? അത് ജയസാധ്യതകളെയും ബാധിക്കുന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും. JNUയുടെ ചരിത്രത്തിൽ ആദ്യമായി ബാപ്സ എന്നൊരു അംബേദ്കറേറ്റ് യൂണിയനെ ഇടത് സഖ്യത്തോട് ചേർത്ത് നിർത്തി മത്സരിപ്പിക്കാനുള്ള തീരുമാനം SFI എടുത്തിരുന്നു. ഇത് ഐസ ഏകപക്ഷീയമായി എതിർക്കുകയാണ് ചെയ്തത്. ഈ എതിർപ്പാണ് ഇപ്പോൾ ഈ ഇടത് മുന്നണിയിൽ അല്ലെങ്കിൽ ഇടത് സഖ്യത്തിലൊരു ഭിന്നിപ്പിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഐസയും DSFും ഒരുമിച്ച് മത്സരിക്കും. ASF, SFI, ബാപ്സ എന്നീ മൂന്ന് സംഘടനകൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന സമയവും കഴിഞ്ഞിരിക്കുന്നു ഔദ്യോഗികമായി. പക്ഷേ ഇത് കുറച്ചുകൂടി സമയം നീട്ടി നൽകണമെന്നുള്ള കാര്യം കൂടി ഇടത് സഖ്യം, ഈ ഇടത് സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഇന്ന് വൈകിട്ടോട് മാത്രമേ ഇതിൽ ഒരു അന്തിമമായിട്ട് വ്യത്യസ്തമായി തന്നെ മത്സരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. അതിനുശേഷമായിരിക്കും പ്രധാനപ്പെട്ട 4 പോസ്റ്റുകളിലേക്ക് ഈ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് വിവരങ്ങൾ നൽകുന്നത്. ഡൽഹിയിൽ നിന്ന് ഇടത് വിദ്യാർത്ഥി സംഘങ്ങൾക്കിടയിലുള്ള ഭിന്നതയാണ്. പലപ്പോഴും SFI ഐസക്ക് മുമ്പും ഇങ്ങനെ ഭിന്നിച്ചാണ് മത്സരിക്കാറുള്ളത്. എന്തായാലും